ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ ഇതിന് ഞാൻ തേങ്ങ അരച്ചിട്ടില്ല, അതുപോലെ ടൊമാറ്റോ ചേർക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. നമ്മളിതിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, അതുപോലെ നമ്മൾ ടൊമാറ്റോ ചേർക്കാതെയാണ് വയ്ക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓൾറെഡി ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന മീനായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫ്രീസറിൽ മീൻ ഫ്രഷായിട്ട് കേടുകൂടാതെ സൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് കറി വയ്ക്കാനും പൊരിക്കാനും ഒക്കെ എടുക്കാം. അപ്പോൾ അത് ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഫിഷ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഈ ഇടയ്ക്ക് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ നല്ലപോലെ മീൻ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഒരുപാട് ചേർത്തിട്ടില്ല, ഇത് കറി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ചേർക്കേണ്ടത് കറി വയ്ക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി കുതിരാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഡ്രൈ ആയിട്ടുള്ള പുളിയല്ല, ഇപ്പോൾ സാധാരണ വെള്ളത്തിൽ ഉടനെ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റിയ പുളിയാണ്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള പുളിയാണെങ്കിൽ ചൂടുവെള്ളത്തിലൊക്കെ കുതിരാനായി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ സവാള ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഈ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ്. അത് നമുക്ക് 2ആയിട്ടോ 4ആയിട്ടോ ഒക്കെ മുറിച്ചിടാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു, അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരും ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവ പൊട്ടി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്, ഒരുപാട് ഫ്രൈ ആയിട്ടില്ല, എന്നാൽ കുറച്ചൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ലോ ഫ്ലെയിമിൽ വയ്ക്കാം. നമ്മൾ പൊടികൾ കരിഞ്ഞു പോകരുത്, ഒന്ന് ചൂടാവണം. അതിനുശേഷം നമുക്ക് പുളിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം.
ഇപ്പം നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ പുളി ചേർത്ത് കൊടുത്തു. നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളി കുറേ വെള്ളം കൂടെ ചേർത്ത് ഒരു 2-3 പ്രാവശ്യം എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പ് ഞാൻ കുറച്ച് നേരത്തെ മീനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഈ മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം തന്നെ ചേർത്ത് കൊടുത്തു. പുളിയും നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളി 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തു. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നത് ഇത് നമുക്ക് കുറച്ച് സമയത്തിന് മുൻപേ എടുത്ത് വെച്ചാൽ മതി. കാരണം കറി ആയതുകൊണ്ട് നമുക്ക് തിളയ്ക്കുമ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങി. നമുക്കൊന്ന് ചുറ്റി വയ്ക്കാം. ചൂടുണ്ട്. നമുക്കിനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പ് പുളി എല്ലാം നോക്കാം. ഞാൻ എല്ലാം തന്നെ നോക്കി, എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ എരിവ്, പുളി, ഉപ്പ് എല്ലാം തന്നെ പാകത്തിനുണ്ട്. ഞാൻ നമുക്ക് അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.